ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക്. ആലപ്പുഴ വളഞ്ഞവഴി കടപ്പുറത്ത് UDF CPIM സംഘർഷം. UDF പ്രചാരണ നാടകം CPIM പ്രവർത്തകർ തടസ്സപ്പെടുത്തിയതോടെയാണ് സംഘർഷമുണ്ടായത്. പോലീസ് ലാത്തിവീശി. പിണറായി വിജയനെ പരിഹസിക്കുന്ന പ്രയോഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാണ് CPIM പ്രവർത്തകർ നാടകം അലങ്കോലപ്പെടുത്തിയത്. ശ്രീജിത്ത് ഉണ്ട് വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. ശ്രീജിത്ത്, ഇപ്പോൾ എന്താണ് സാഹചര്യം? പിന്നിൽ വൈകുന്നേരം രാത്രി 8 മണിയോടുകൂടിയായിരുന്നു സംഭവം. വളഞ്ഞവഴി കടപ്പുറത്ത് UDF തെരുവ് നാടക സംഘം നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംഘം ആളുകൾ, CPM പ്രവർത്തകരായ ഒരു സംഘം ആളുകൾ നാടകവേദിയിലേക്ക് ഇരച്ചു കയറിയത്. പോലീസ് കാവലിലാണ് ഇന്ന് നാടകം നടന്നത്. ഇന്നലെയും സമാനമായ പ്രതിഷേധം ഈ നാടകം അവതരിപ്പിക്കുമ്പോൾ ഈ സ്ഥലത്തുണ്ടായിരുന്നു. ഇത് കണക്കിലെടുത്ത് ഇന്ന് പോലീസ് സുരക്ഷയിൽ നാടകം അവതരിപ്പിക്കുമ്പോഴാണ് നാടകം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന തെരുവ് നാടക സംഘത്തിലെ യുവതി അടക്കമുള്ള ആളുകൾക്ക് നേരെ കയ്യേറ്റമുണ്ടായത്. മുദ്രാവാക്യം വിളിച്ചും ബഹളം വെച്ചുകൊണ്ടും CPM പ്രവർത്തകർ ഈ വേദിയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. പോലീസ് നോക്കി നിൽക്കുകയാണ് ഈ സംഭവം ഉണ്ടായത്. പിന്നീട് പോലീസ് ലാത്തി വീശിയാണ് പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റിയത്. എന്തായാലും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ UDF നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. പോലീസ് സംരക്ഷണയിൽ നടന്ന തെരുവ് നാടകത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആക്ഷേപകരമായ പരിഹാസ്യമായ പരാമർശങ്ങൾ ഈ നാടകത്തിൽ ഉണ്ടായിരുന്നു. അതാണ് CPM പ്രവർത്തകരെ പ്രകോപിതരാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. ഓക്കെ, തെരുവ് നാടകത്തിനിടെ, കോൺഗ്രസ് നടത്തിയിട്ടുള്ള തെരുവ് നാടകത്തിനിടെയാണ് CPM പ്രവർത്തകർ തെരുവ് നാടകം തടഞ്ഞതാണ് പ്രകോപനത്തിന് കാരണം. എന്തായാലും CPM ഏകപക്ഷീയമായി ആക്രമിച്ചു എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ശ്രീജിത്താണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.